ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോട് വരെ പോകണം കേട്ടോ. ലൈഫിൽ ആദ്യമായി 26 വർഷങ്ങൾക്കിടയിൽ ആദ്യമായി ട്രെയിനിൽ കയറിയിരിക്കാൻ ഗൈസ്. അതിൻ്റെ കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്ത് ഷൊർണൂർ എക്സ്പ്രസ്സോ അങ്ങനെ എന്തോ ഒരു ട്രെയിനാണ് കേട്ടോ ബുക്ക് ചെയ്തത്. സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. കൊച്ചുള്ളത് കൊണ്ടാണ് സ്ലീപ്പർ ബുക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഫുഡൊക്കെ നമ്മൾ ട്രെയിനിൽ വാങ്ങിച്ച് വെച്ചാണ് കഴിച്ചത് കേട്ടോ. നമ്മൾ ട്രെയിനിൽ നിന്നല്ല വെളിയിൽ നിന്ന് വാങ്ങിച്ച് ട്രെയിനിനകത്തിരുന്ന് കഴിച്ച്. നല്ല പത്തിരിയും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ചുറങ്ങി. പിന്നെ നമ്മൾ വെളുക്കുന്നവരെ കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് കിടന്നുറങ്ങി കേട്ടോ. നല്ല സുഖമുണ്ടായിരുന്നു. ആദ്യമായിട്ട് പോകണമെന്നാണ് എന്നറിയില്ല, വീട്ടിലിരിക്കാൻ പോലെ തോന്നി. ആ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ട്രെയിനിലുള്ള ആ ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് AC ഒക്കെ ബുക്ക് ചെയ്ത് പോയോ, AC അപ്പാർട്ട്മെൻറ്റും സ്ലീപ്പറും ആയതുകൊണ്ടാണ് നിനക്ക് ട്രെയിനിൻ്റെ ഒന്നും മനസ്സിലാവാത്തത്, അല്ലാതെ ലോക്കലിൽ പോയാലേ നിനക്കറിയാവൂ പറഞ്ഞു. തിരിച്ച് പക്ഷേ ലോക്കലിലാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ കോഴിക്കോട് മുട്ടായി തെരുവിലെത്തിയിട്ടുണ്ട്. SM സ്ട്രീറ്റിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ആദ്യമായാണ് കോഴിക്കോടേക്ക് വരുന്നത്. SM സ്ട്രീറ്റിൽ ഞായറാഴ്ച ദിവസമാണ് നമ്മൾ പോയത്. പക്ഷേ അതുകൊണ്ട് ഒരുപാട് ഷോപ്പുകളൊക്കെ അടവായിരുന്നു. ഞായറാഴ്ച ദിവസം ഷോപ്പുകൾ അടയ്ക്കില്ല എന്നാണ് ഓരോരുത്തർ പറഞ്ഞറിഞ്ഞത്. വെള്ളിയാഴ്ചയാണ് അടവെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ എന്തോ അടവുള്ളൂ, ഞായറാഴ്ചയാണ് അവർക്ക് കോമൺ ആയിട്ടും അടവ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഉള്ള കടകളിലൊക്കെ കയറി ഇറങ്ങി തിരിച്ച് പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിൽ വന്നിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. അവിടെ കൂടുതലും നമുക്ക് പൈസ ചിലവായി എന്ന് പറയാൻ ഓട്ടോ വിളിച്ച് പോകുന്നതാണ് പൈസ. പക്ഷേ മീറ്റർ ഇട്ട് ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ലാഭത്തിന് പോകാൻ പറ്റും. അല്ലാതെ അവർ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണ്. നമ്മളെ ഭാഷയൊക്കെ മാറ്റം വരുമ്പോഴത്തേക്ക് അവർ നല്ല രീതിക്ക് നമ്മളെ ഓറ്റും. കാരണം വേറൊന്നുമല്ല, ഇപ്പം നമ്മളിപ്പം അല്ലാതെ ബുക്ക് ചെയ്ത് പോയതായതുകൊണ്ട് നമുക്ക് അതിലുള്ള റേറ്റിന് പോകാൻ പറ്റും. പക്ഷേ എന്നാലും അവിടെ ഉള്ള ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മീറ്റർ ഇട്ട് പോകണമായിരിക്കും ബെറ്റർ. ബുക്ക് ചെയ്ത് പോയാൽ അവർ എമൗണ്ട് കൂടുതൽ കാണിക്കാറുള്ളൂ. വിളിച്ച് പോകാനാണെങ്കിൽ ഒട്ടും പോകത്തില്ല. ഒരു കിലോമീറ്റർ 2 കിലോമീറ്റർ പോകണതിന് തന്നെ അവരൊരു 200-300 അവർ പറയാറുണ്ട് കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ ഈ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മൊത്തവും അങ്ങനത്തെ ആൾക്കാരായിരുന്നു കേട്ടോ. അത് എന്താണ് അങ്ങനെയെന്ന് അറിയാൻ വയ്യ, ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ കല്ലുമ്മക്കായ കഴിക്കുന്നവരെ ജീവിതത്തിൽ ആദ്യമായി കഴിക്കണമെങ്കിൽ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആഹ്ലാദം മുതൽ തോടോടൊക്കെ എടുത്ത് കഴിച്ചപ്പോഴാണ് മൂസി പറഞ്ഞത് അതങ്ങനെയല്ല, അത് ഇളക്കിയിട്ടാണ് കഴിക്കാനുള്ളത്. പിന്നെ ഇളക്കിയിട്ട് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കല്ലുമ്മക്കായൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഓക്കെയാണ്. വെറൈറ്റി സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മറ്റേ ഞണ്ടിൻ്റെ എന്തോ ഒരു സാധനവും കൂടെ കഴിച്ച്, എഗ്ഗ് കാടമുട്ട റോസ്റ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ കഴിച്ച്. നമ്മൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഐസൂൻ്റെ ഒരു കച്ചി കിട്ടിയിട്ടുണ്ട്. അവളെ കച്ചിയാണെന്ന് അവൾ നോക്കണം, എൻ്റെ കുട്ടി നോക്കുന്നുണ്ട്. ഈ പ്രായത്തിലുള്ള കൊച്ചുങ്ങളെ കാണുമ്പോൾ അവൾക്കൊരു ഇതാണ് കേട്ടോ, അവളെ കച്ചിയാണോ അങ്ങനത്തെ ആ ഒരു ചാട്ടവും. പിന്നെ അവരെ എടുക്കണോ. നമ്മൾ കുറേ കഴിച്ചിട്ടൊന്ന് നോക്കിയപ്പോൾ പിന്നെ അവിടെ തിരക്കായി. പിന്നെ ഈ ഉപ്പിലിട്ടേന്നൊക്കെ ഓരോന്നെടുത്ത് കഴിച്ച്. പക്ഷേ ഇതിൻ്റെ കൂടെ അവരൊരു മസാല തരും. എൻ്റെ പൊന്നേ എന്താ ടേസ്റ്റ് എന്നറിയാം. പിന്നെ നമ്മൾ ചുരണ്ടി ഐസ്ക്രീമും കുടിച്ച്. നല്ല മഴ പൊടിഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. പക്ഷെ എന്നാലും ഉറച്ചില്ല, നമ്മൾ പേടിച്ചാണ് പോയത്. ഇത് കണ്ട കാക്കകളെല്ലാം കൂടണയാളുടെ സമയമായി. കാക്കകൾ വരിയായി അതിൻ്റെ വീടുകളിലേക്ക് പോകുന്നു. പക്ഷേ ഇവിടെ ആൾ കൂടി വരുന്നു. ഈ വീഡിയോ കണ്ട ഗൈസ് എൻ്റെ കമൻറ്റില്ലല്ലോ, അതിൽ കയറി. അതിൻ്റെ പേരെന്തോന്നായിരുന്നു, ഡ്രാഗനോ അങ്ങനെ എന്തോ ഒരു സാധനം, അതിൽ കയറി. പക്ഷേ സ്പീഡുണ്ടെന്നും പറഞ്ഞ് ചെന്ന് കയറി. ഒറ്റ സ്പീഡില്ലേ. നമ്മൾ പാലോട് മേളയ്ക്ക് കയറി ഗൈസ്. എൻ്റെ പൊന്നേ സ്വർഗം കണ്ടിട്ടാണ് തിരിച്ചിറങ്ങിയത്. ആ ഒരു ഇതുള്ളതുകൊണ്ട് പിന്നെ നമ്മളാരും കയറിയിലൊക്കെ മാത്രമേ കയറുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ള ഒരു മാളിലോട്ട് വന്ന്, ഇനി മാളിൻ്റെ പേര് മറന്നു കേട്ടോ. അപ്പം മാളിൽ വന്നു. ഹൈലൈറ്റ് മാള് പേര് കണ്ടപ്പോൾ മനസ്സിലായത്. ഹൈലൈറ്റ് മാളിൽ വന്ന് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം ഒരുപാട് നടന്ന് അലഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് നമ്മൾ എത്തിയത്. ആദ്യമായി പോണ സ്ഥലമായതുകൊണ്ട് ഒരുപാട് ഊപ്പാട് വന്നു. കാരണം നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ചും ഇതൊക്കെ ആക്കി വരാനായിട്ട് ഒരുപാട് സമയമെടുത്ത്. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിലെത്തി. കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറിയത് കേട്ടോ. അകത്ത് കയറി സാധാ നമ്മളെ ലുലു പോലെ ഒക്കെ തന്നെ, എന്നാലും അത്ര ഒരു ഇതല്ലെന്ന് തോന്നുന്നു. നമ്മൾ അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ 10-11 മണി വരെ കണ്ടിയാണെന്ന് തോന്നുന്നു ഉള്ളത്. അപ്പോൾ അവിടെ കയറി ചുമ്മാ ഇങ്ങനെ തിരിഞ്ഞ് ഓരോ കാര്യങ്ങളും നോക്കിയൊക്കെ നടന്നിട്ട്
കുറേ നേരം അങ്ങനെ അങ്ങ് സമയം പോയി. പിന്നെ അതിനകത്ത് കയറി കുറേ നേരം ഇരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ നേരം ഓരോ കടയിൽ കയറും, കാര്യങ്ങൾ നോക്കും, ഇറങ്ങും. ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല, ചുമ്മാ വെറും ഷോ മാത്രം. ഇത്ര നിലയാണ് കേട്ടോ അതുള്ളത്. ഒരു 1 2 3 4, പിന്നെ താഴോട്ട് -4 അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ മഞ്ഞിൻ്റെ ആ ഒരു പരിപാടിയും അവിടെ ഉണ്ടായിരുന്നു. സ്നോമാനൊക്കെ നിൽക്കണമൊക്കെയാണ്, സ്നോമാൻ കരടി എല്ലാം ഉണ്ട്. അതിനകത്ത് കയറണമെന്ന് വിചാരിച്ചു, പക്ഷേ നമ്മൾ മേളിലൊക്കെ കയറി താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് സമയമൊക്കെ പോയി. പിന്നെ അത് 11 മണി വരെ ഉള്ളായിരുന്നു. അതിൽ പിന്നെ അങ്ങനെ കയറാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും ഈ പറഞ്ഞ കണക്ക് കണ്ട ഷോ എടുക്കണുണ്ട്, ടോയ്ലറ്റിൽ പോയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഈ സ്വീറ്റ് സെക്ഷനിൽ വന്നു. ഇവിടെ വന്നപ്പോൾ ഏതെടുക്കണം എന്നൊരു ഡൗട്ടായിരുന്നു, പക്ഷെ ഒന്നും എടുത്തൊന്നുമില്ല കേട്ടോ. ചുമ്മാ ഷോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാണിച്ചില്ല, ചീപ്പ് ഷോ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പുറത്തിരിക്കുന്ന ഒരു കേക്ക് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് അന്ന് ഉച്ചയ്ക്കായിരുന്നു നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സിനായിരുന്നു ട്രെയിൻ കിട്ടിയത്. അതായത് 1 സെക്കൻഡ് ലേറ്റായെങ്കിൽ നമുക്ക് ആ ട്രെയിൻ കിട്ടില്ലായിരുന്നു. ഓടി തളർന്ന് ഐസിൻ്റെ കോലം കണ്ട് വിയർത്ത് കുളിച്ചൊരു കോലമായി. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ലോക്കൽ ട്രെയിനിൽ വന്നപ്പോഴാണ് നമ്മൾ ആ ട്രെയിനിൽ വരുന്ന ഒരു ഫീലും പിന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും ഒക്കെ കാണാനും ഒക്കെ ആയിട്ട് പറ്റിയത്. പിന്നെ അന്ന് അങ്ങോട്ട് പോയത് രാത്രി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റൂലായിരുന്നു. ലോക്കൽ അതിൽ പോയാലും വലിയ കാഴ്ചകളൊന്നും കാണാൻ പറ്റൂലായിരുന്നു. അതുകൊണ്ട് പിന്നെ വിചാരിച്ച് തിരിച്ചു വരുമ്പോൾ അങ്ങനെ ടിക്കറ്റും കിട്ടിയില്ല. ചോറൊക്കെ പിന്നെ വാങ്ങിച്ചുകൊണ്ട് ഓടുകയാണ് ചെയ്തത്. ട്രെയിനിൽ വന്നിരുന്ന് ചോറൊക്കെ കഴിച്ചിട്ട് കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കേട്ടോ. എല്ലായിടവും മഴ പെയ്ത് വെള്ളം കയറി കിടക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. എന്ന് വെച്ചാൽ അത് തോടല്ല സംഭവം, വെള്ളം കയറി. ഇതൊക്കെ തോടും മാറും പുഴയൊക്കെയാണ്. അല്ല നേരത്തെ കണ്ടതൊക്കെ വീടുകളിൽ ഫ്രണ്ടിലൊക്കെ എല്ലാ വീടുകളിലും വെള്ളം കയറി അവർക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഓരോരുത്തരും അവിടെ നിൽക്കുന്നത്. അവരെങ്ങനെയാണ് ജീവിക്കുന്നത് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളമൊന്നും കയറാറില്ല. എന്നാലും ഞാൻ അവരെ കാര്യം ഇങ്ങനെ ആലോചിക്കാറുണ്ട്. നമുക്ക് നെൽപ്പാടം, പിന്നെ മറ്റേ താമരയുടെ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ആലപ്പുഴയൊക്കെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ രാത്രി അവിടുത്തെ കാഴ്ചകളൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞ് ട്രെയിനിൽ നിന്ന് വന്നിറങ്ങി അവിടുത്തെ തിരക്കോ എൻ്റെ ട്രിവാൻഡ്രം ഇതിൽ വന്നിറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ തിരക്ക്, പോവാൻ തിരക്ക്, പിന്നെ ക്യൂ ഒക്കെ നിന്നാണ് വെളിയിലിറങ്ങിയത്. അപ്പോഴും തളർന്നടിച്ച് പിന്നെ നമ്മൾ അവിടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് അന്ന് രാത്രി പിന്നെ മൂസിയുടെ വീട്ടിൽ പോയി. പിറ്റേന്ന് രാവിലെ ആയപ്പം മൂസിയുടെ തന്നെ ഇത്താടെ വീട്ടിൽ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ മൂസിയുടെ ഓട്ടോയിലാണ് പോയത് കേട്ടോ. ഓട്ടോയുടെയൊക്കെ വില ഇപ്പോഴാണ്. ഞാൻ അപ്പോഴേ മൂസിയെടുത്ത് പറഞ്ഞു, നീ ഓട്ടോ എടുത്തുകൊണ്ട് അവിടെ എങ്ങനെ പോവായി. കാരണം അത്രയ്ക്ക് അവർ നമ്മൾ അറുത്ത് കൊള്ളുന്നു. പിന്നെ ഭാഷ മാറുമ്പോഴത്തേക്ക് അവർ ഇത്തിരി കൂടെ ഇതായി ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കണോണ്ടാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത് കണ്ട. എൻ്റെയൊക്കെ കേക്ക് തിന്നുകൊണ്ടിരുന്നതാണ്, വീഡിയോ എടുക്കണോണ്ട് തിന്നായിരിക്കുന്നുണ്ട്. നേരത്തെ ഫുൾ വീഡിയോയിലുള്ള ആൾക്കാരായി മുഖം മറിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ഐസ് ഉറക്കായി. ഐസിന് അവിടെ ചെന്നാലും ഉറക്കം തന്നെ. കാറ്റടിച്ചാൽ മതി, വെട്ടമില്ല കേട്ടോ. അതാണ് ഇത് ക്ലിയർ ഇല്ലാത്തത്. അത് കഴിഞ്ഞ് നമ്മൾ വന്ന ഒരു തിരക്കിൽ താത്ത വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. കണ്ട വീഡിയോ എടുക്കണോണ്ട് പറയണം, അയ്യോ വീഡിയോ എടുക്കുകയാണോ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ, ആ ഒരു ഫീലാണ് കേട്ടോ. എങ്കിൽ ഞാൻ ബാക്കപ്പൊക്കെ ഇട്ടിട്ട് വരുമെന്നും പറഞ്ഞൊക്കെ നിന്ന് വെള്ളം ഒഴിക്കണമെന്നാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.